വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചമ്മന്തി കേട്ടോ, തക്കാളി ചട്നി. അതിന് നമുക്ക് തക്കാളി വേണം, സവാള വേണം, പച്ചമുളക് വേണം. നമുക്ക് തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ലതായിട്ട് അടിച്ചെടുക്കണം. മിക്സിക്കകത്ത് നല്ലതായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലതായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് ഈ പരുവത്തിൽ കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ അടിപൊളി ഒരു കറി കേട്ടോ. ഇത് മാത്രം മതി കഴിക്കാൻ, നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് ദോശ ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ദോശ ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട്. ദോശ ഇഡ്ഡലി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ദോശ ഇഷ്ടം. കുറച്ച് ചമ്മന്തിയും കൂടെ ഒഴിക്കുക. കുറച്ച് വെള്ള ചട്നിയും കൂടെ ഒഴിക്കണം കേട്ടോ. ഇത് ഞാൻ കുറച്ചുണ്ടാക്കി. എനിക്ക് 2 ചട്നി ഭയങ്കര ഇഷ്ടമാണ് ദോശ കഴിക്കാൻ. അന്നേരം എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അതിൽ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.